ഇത് മറ്റൊരു ചിറ്റ്ചാറ്റാണ് ഷിജുവുമായിട്ട് കാനഡയിൽ നിന്ന്. ടോപ്പിക് എന്ന് പറയുന്നത് ഈ വാർ എന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തു. അതായത് അമേരിക്ക ആവശ്യപ്പെടുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ സറണ്ടർ ചെയ്യണം. ഈ രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലോട്ട് പോകുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെ എണ്ണത്തിലും ഷാർപ്പായിട്ടത് ഡിക്ലൈൻ ചെയ്തു. അതുമല്ല, പറയുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി എക്സ്പേർട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ്റെ പക്കലുള്ള സ്റ്റോക്ക് അതിന് കുറവുണ്ടായിട്ടുണ്ട്, ലോഞ്ചേഴ്സിന് അടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഏകദേശം വൺ സൈഡായിട്ട് വാർ മാറിയിരിക്കുകയാണ് എന്നാണ് പുതിയ രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. വാർ വൺ സൈഡായിട്ട് അമേരിക്ക, ഇസ്രായേൽ അവരാണിത് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഷിജു, ഇതുമായിട്ട് എന്താണ് ഷിജുവിൻ്റെ അഭിപ്രായം? അതെ, ഗുഡ് മോർണിംഗ് മാത്യു. ശരിക്കും പറയുകയാണെങ്കിൽ വാറിനെ സംബന്ധിച്ച് അമേരിക്കയുടെ ബ്രീഫിംഗ്, അമേരിക്കയുടെ റിലയബിൾ ആയിട്ടുള്ള ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ 90% ഇറാൻ്റെ ലോഞ്ചിങ് കപ്പാസിറ്റി തകർത്തു. 90% ലോഞ്ചിങ് കപ്പാസിറ്റി, മിസൈൽ ലോഞ്ചിങ് കപ്പാസിറ്റി തകർത്തു. അതുപോലെ തന്നെ നേവി പരിപൂർണമായിട്ട് തകർത്തു. ദി ഹെഡ് ഓഫ് ദ സീ എന്നാണ് പറയുന്നത്, സമുദ്രത്തിനടിയിലായെന്നാണ് പറയുന്നത്. നേവി കമാൻഡ് തകർത്തു. ഈ എയർ സർവലൻസിനുള്ള പരിപൂർണമായിട്ടുള്ള കപ്പാസിറ്റി തകർത്തു. അതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് എയർ ഡോമിനൻസ് ഇപ്പോഴ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ്റെ മേളിലുണ്ട്. ഫ്രീ ആയിട്ട് പറക്കാവുന്ന ഒരു അവസരത്തിലുണ്ട്. അപ്പം സിറ്റുവേഷൻ അവർ ബ്രീഫ് ചെയ്യുന്നത് തന്നെ വിശ്വസനീയമായ രീതിയിൽ പറയുന്നത്, ഈ മിസൈൽ ലോഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്ന മിസൈൽ ലോഞ്ചിങ് കപ്പാസിറ്റി 90% നേർക്ക് കഴിഞ്ഞപ്പോൾ വളരെ കുറവ് മാത്രമേ അവർക്ക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മിസൈൽ ലോഞ്ച് ചെയ്യാൻ തന്നെ ട്രംപിൻ്റെ അഭിപ്രായത്തെ, ട്രംപ് പറയുന്ന ഭാഷ അനുസരിച്ച് 4 മിനിറ്റ് ലോഞ്ചിങ് പാഡ് അവർ തകർക്കും. കാര്യം എയർ സർവലൻസ് നടത്തിക്കൊണ്ടിരിക്കുക, എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് നോക്കുന്നു. അത് തടയുക എന്നുള്ളത് ഇത് ചെല്ലുന്ന രാജ്യങ്ങൾ ഉത്തരവാദിത്വമാണെങ്കിലും അതേ ലോഞ്ചിങ് പാഡിൽ നിന്നും ഉള്ളതൊന്നും വീണ്ടും ലോഞ്ച് ചെയ്യപ്പെടാതിരിക്കത്തക്ക വിധം ലോഞ്ചിങ് വെഹിക്കിൾ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഉത്തരവാദിത്വമാണ്. അപ്പം 4 മിനിറ്റിനകം തകർക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഭാഗം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇറാൻ്റെ കയ്യിൽ 60% എൻട്രി ചെയ്യപ്പെട്ട 460 കിലോ യുറേനിയം ഉണ്ടെന്ന് 2021 ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഒരിക്കൽ അവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെയൊക്കെ ധാരണ അതിലൊക്കെ കൂടുതൽ യുറേനിയം കാണും. അപ്പോൾ 60% എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഒരു ബേസിക്കലി യുറേനിയം എന്ന് പറയുന്നത് വളരെ ഒരു 3 അല്ലെ 4 അല്ല 5% മതി ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി. മതിയാകും. അല്ലെങ്കിൽ ഒരു 20% ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ പർപ്പസിന്, സിവിലിയൻ പർപ്പസിന് ഉപയോഗിക്കാം. 60% എന്ന് പറയുന്നത് ഏകദേശം ഒരു വെപ്പൺ ഗ്രേഡാണ്. ആയുധം ഉണ്ടാക്കാനുള്ള ആ ഒരു പരുവത്തിനോട് വളരെ അടുത്ത്. അപ്പോൾ അവിടുന്ന് 90%, 99% എത്തിക്കാൻ അധിക ദിവസങ്ങൾ വേണ്ട, ആഴ്ചകളോളം മതി എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത്. അതൊക്കെ വിശ്വസിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാവാം ഈ ഒരു സമയത്ത് അറ്റാക്ക് ചെയ്തത്. അതായത് ന്യൂക്ലിയർ വെപ്പൺ കയ്യിലുള്ള ഇസ്രായേലിന് ഇപ്പം ഇറാനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ, അങ്ങനെ ഒരു ഇറാനുമായിട്ട് യുദ്ധത്തിലേർപ്പെടുന്നതിനേക്കാളും വളരെ കംഫർട്ടബിളാണ് ന്യൂക്ലിയർ വെപ്പൺ കയ്യിലില്ലാത്ത ഇറാനെ നിയന്ത്രിക്കാനുള്ളത്. അതുകൊണ്ടാവണം ഇത്ര പെട്ടെന്ന് ഇസ്രായേലും അമേരിക്ക ഈ തീരുമാനമെടുത്തതും വളരെ വിദഗ്ധമായിട്ട് അവർ മുന്നേറുന്നതും. ഇന്നത്തെ റിപ്പോർട്ട് കാണുന്നു, ഇസ്രായേലിൽ ഈ പറയുന്ന ഹൈ അലേർട്ടിൽ വാർണിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ലെവൽ കുറച്ചു എന്നും പബ്ലിക്കിന് പൊതുസ്ഥലത്ത് അസംബ്ലി ചെയ്യാനുള്ള അനുവാദമായെന്ന്. ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇസ്രായേൽ ഭയപ്പെടുന്നില്ല. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു എമിനന്റ് ത്രെട്ട്, ഒരു ഭയപ്പെടുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഇറാൻ എന്ന് പറയുന്ന ഒരു ബലഹീനമായ ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വളരെ ഓപ്പണായിട്ട് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ സറണ്ടർ, ചർച്ചയൊന്നുമില്ല, പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്യുക, പിന്നെ നമ്മൾ നിശ്ചയിക്കാം ആ രാജ്യം ഭരിക്കണമെന്ന്. അതിനൊരു രസകരമായൊരു വശമുണ്ട്. അതായത് എന്തുകൊണ്ട് ഒരു റഷ്യൻ ചേഞ്ച് ഉണ്ടാക്കുന്നില്ല, എന്തുകൊണ്ട് ഈ IRGC പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ട്രംപ് തന്ന എക്സ്പ്ലനേഷൻ ഉണ്ട്. അതുകൊണ്ട് അമേരിക്ക എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറാഖ് മാറുന്ന ഒരു പഠിച്ചൊരു പാഠമെന്ന് പറയുന്നത്, ഇറാഖിലുള്ള മുഴുവൻ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് എല്ലാവരെയും ഒഴിവാക്കുകയും
ഈ ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫയർ ഫൈറ്റേഴ്സിനെ വരെ ഒഴിവാക്കി. പക്ഷെ ആ ക്രിയേറ്റ് ചെയ്ത വാക്വത്തിലാണ് ISS വളരുന്നത്. ഈ ഒഴിവാക്കിയ പോലീസുകാർ, ഈ ഒഴിവാക്കിയ പട്ടാളക്കാരൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ISISനെ പരിശീലിപ്പിച്ചത്. ആ ഒരു അബദ്ധം വീണ്ടും ആവർത്തിക്കാൻ അമേരിക്ക തയ്യാറല്ല. അതുകൊണ്ട് ഭരണത്തിലിരിക്കുന്നവർക്ക് അവിടെ ഇരിക്കട്ടെ, പക്ഷേങ്കിൽ അമേരിക്ക പറയുന്നതനുസരിച്ച് സറണ്ടർ ചെയ്ത് അമേരിക്ക അനുകൂലമായിട്ട് ഉദാഹരണത്തിന് വെനസ്വേലയിലെ ഭരണം നടക്കുന്നത് പോലെ നടക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അവർ കുർദിഷ് ആൾക്കാരെ, റിബൽസിനെ എക്വിപ്പ് ചെയ്ത് രാജ്യം അത് അധികാരം പിടിച്ചെടുത്തു. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭാഗമുണ്ട്, റസാ പഹലവി അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇറാനിയൻസ് പോലെ ഒരു ഇറാൻ ഡയസ്പോറ ഈ ഇറാന് പുറത്തുള്ള 99% ഇറാനികളും ആഗ്രഹിക്കുന്നതും ഡിമാൻഡ് ചെയ്യുന്നതും റസാ പഹലവി വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടത്തണമെന്നൊക്കെയാണ് അവരുടെ ഒരു ന്യായമായ ആവശ്യം. പക്ഷെ അതിലേക്ക് അമേരിക്ക തുനിയുന്നില്ലെന്നല്ല, അമേരിക്ക താല്പര്യമായിട്ടല്ല. കാര്യം അമേരിക്കയുടെ ഒരു ഏജൻ്റായിട്ട് ഈ റസാ പഹലവിയുടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പിതാവും പറഞ്ഞ അമേരിക്കയുടെ ഏജൻ്റാണ്, ഒരു ഭാഷ്യം ഇറാനികൾക്കുണ്ടായിരുന്നു. രണ്ടാമത് വേറൊരു വലിയ വിഷയം എന്ന് പറയുന്നത്, അമേരിക്കയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് രാജ്യം ഭരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് കൂടെ അമേരിക്കയുടെ ബാധ്യതയാകും. അതൊഴിവാക്കി ഇറാനികൾ തന്നെ ഭരിക്കട്ടെ, പക്ഷെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു വാഗനർ ഡെവലപ്മെൻ്റ് ഒരു കൺക്ലൂഷൻ. ഇതിനകത്ത് വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അറബ് രാജ്യങ്ങൾ വല്ലാതെ സഫർ ചെയ്യുകയാണ്. ഇപ്പോഴാണ് അവർക്കും പിടികിട്ടിയത്. കാരണം അവരൊരു സർവൈവൽ, അതിനേക്കാൾ ഉപരി അവരിതൊക്കെ ഇപ്പം ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ രാജ്യങ്ങളുടെ സ്ഥിതിവിശേഷം എങ്ങനെയായിരിക്കും? കാരണം അവരൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം ഇറാൻ അവരെ അറ്റാക്ക് ചെയ്യുമെന്ന്. ഇപ്പോഴവർ ഓരോ ദിവസവും ഓരോ മണിക്കൂറും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവിടുന്ന് മിസൈലും ഡ്രോൺസും വരുന്നു, അതിനെ റെസിസ്റ്റ് ചെയ്യണം, അതിന് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കണം, ജനങ്ങളെയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഏത് രീതിയിലുള്ള അറബ് രാജ്യങ്ങളുടെ സമീപനമാണ് ഫ്യൂച്ചറിൽ മാറ്റം ഉണ്ടാകാൻ? കാരണം ഇനി അവരൊന്നും ഇറാനെ 1% പോലും വിശ്വസിക്കത്തില്ല, ഒരു രാജ്യങ്ങളും. അതും ഒരു വളരെ രസകരമായ ഒരു ചരിത്രത്തിൻ്റെ ഒരു പുകയിലേക്ക് നോക്കുകയാണെങ്കിൽ, അമേരിക്കയ്ക്കൊരു ഒരു സ്പെക്ടാക്കുലർ വിക്ടറി ഉണ്ട് ഇതുവരെ. എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ, അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അമേരിക്കൻ ബേസ് ഉള്ള അറബ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കത്തില്ലായിരുന്നു. കാരണം ന്യായമായിട്ടൊരു കാരണമില്ല. ഇനി അമേരിക്ക ഇടപെടാതെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഉപയോഗിക്കുകയും അമേരിക്കയുടെ പിന്തുണ നമ്മൾ ലെബനോണിൽ കണ്ട പോലെ അല്ലെങ്കിൽ ഗാസയിൽ കണ്ട പോലെയൊക്കെ ഒരു പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര മാത്രമേ ഇറാന് ശക്തി ഉള്ളായിരുന്നുവെങ്കിൽ, കാര്യം അതായത് വളരെ കുറച്ച് മാത്രം 1-2 മിസൈലുകൾ മാത്രം ഇസ്രയേലിൽ പതിക്കത്തക്ക വിധമുള്ള ശക്തിയെ ഈ പറയുന്ന ഇറാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഒരു ഖൊമൈനിയെയോ അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പിനെയോ എലിമിനേറ്റ് ചെയ്യാൻ ഇറാന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇറാന് വിജയകരമായിട്ട് നടത്തുകയും ചെയ്യാമായിരുന്നു. പക്ഷെ അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലി വളരെ ഇൻഡിവിജ്വൻ്റ് ഒരു മൂവ് അല്ലേ. കാരണം അമേരിക്ക ഇൻവോൾവ് ചെയ്തത് വഴി അമേരിക്കൻ ബേസിനെ ആക്രമിക്കാനായിട്ട് അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ, അമേരിക്കയുടെ ഈ പറയുന്ന ഒരു ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇറാനെതിരെ ഇസ്രായേലിന് വിജയിക്കാമായിരുന്നു. 100% ഉറപ്പാണത്. അല്പം കൂടെ ശക്തമായ ആക്രമണം വേണ്ടി വന്നേക്കാം. പക്ഷെങ്കിൽ അമേരിക്ക ഇൻവോൾവ് ചെയ്യുക വഴി ഈ പറയുന്ന ഹെഡ് മുഴുവനും, ഈ ഇൻ്റലിജൻസ് മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരാശയവുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് അവരെ മുൻകാലത്ത് തന്നെ അവരെ തയ്യാറാക്കി നിർത്തിയിരുന്നതാണ്. ഇതുകൊണ്ടാകാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. പക്ഷെ കമാൻഡ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, യാതൊരു വിധമായ ഓർഡർ ലഭിക്കുന്നില്ല. അപ്പോൾ അവർ കൈ കിട്ടിയ പോലെ ബഹറിന് നേരെ മിസൈൽ അയക്കാൻ പറഞ്ഞു, ബഹറിന് അയച്ചു, കുവൈറ്റിന് അയക്കാൻ പറഞ്ഞു, ഇത് അസർബൈജാൻ വയ്യാത്ത അപ്പോൾ ഈ ചിറ്റും കണ്ടവത്തോടെ എല്ലാ ഈ പറയുന്നത് അസർബൈജാൻ വരെ ടർക്കി, ടർക്കിക്ക്. അപ്പോൾ ഇവരെല്ലാം യാതൊരു വിധമായ ഒരു ഇൻ്റലിജൻസോ കമാൻഡോ ഇല്ലാതെ, ലക്കും ലഗാനോ ഇല്ലാതെ തെക്കും വടക്കും ഇതെല്ലാം തൊടുത്തുവിടുകയായിരുന്നു ചെയ്തത്. പക്ഷെ അതിനെ തടയുക എന്നുള്ളത് ഈ നേരത്തെ ഇവർക്കൊക്കെ ഈ പറയുന്ന വാർണിംഗ് സിസ്റ്റവും ഗതാഗതവും ഒക്കെ സപ്ലൈ ചെയ്തിട്ടുള്ള അമേരിക്കയുടെ ആവശ്യമാണെന്ന് മാത്രമല്ല അമേരിക്കയുടെ വ്യവസായം കൂടാണ്. അത് അവരുടെ ഉത്തരവാദിത്വം തടയുകയാണ്. പക്ഷേ ലോഞ്ച് ചെയ്യുന്ന വെഹിക്കിളിനെ നിർവീര്യമാക്കാനുള്ളതാണ് ഇസ്രായേൽ അമേരിക്കയും കൂടെ ചെയ്യുന്നത്. ആ ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഈ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, 1948
ഇസ്രായേല് വരുമ്പോൾ ഇസ്രായേലിനെതിരെ ഒന്നുചേർന്ന് യുദ്ധം ചെയ്ത 11 രാജ്യങ്ങളാണ് ഇന്ന് ഇസ്രായേലിനോട് ചേർന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത്. അതാണ് ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ചരിത്രത്തിന്റെ അതൊരു ഒരു ഇന്റലിജന്റ് മൂവ് അമേരിക്ക ഇൻവോൾവ് ചെയ്ത വഴിയുള്ള ഒരു ഇന്റലിജന്റ് മൂവ് വഴിയാണ് ഈ പറയുന്ന മുഴുവൻ അറബ് രാജ്യങ്ങളെയും ഇറാന് ശത്രുവാക്കിയെടുത്തതും 1948 മുതൽ 2025 വരെ അല്ലെങ്കിൽ 2020 വരെ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിനകത്ത് ഇസ്രായേലിനുണ്ടായിരുന്നൊരു സ്ഥാനം ആരും അംഗീകരിക്കാത്തൊരു സ്ഥാനമാണ് ഇന്ന് ഇറാനുള്ളത്. അതൊരു പൊളിറ്റിക്കൽ വിക്ടറി അല്ലേ? അതെ 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 അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊന്ന് ആലോചിച്ച് നോക്കണം. വേറൊരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടിഘോഷിച്ച ബ്രിക്സ്, ഈ ബ്രിക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രസീൽ, റഷ്യയും, ഇന്ത്യയും, ചൈനയും, സൗത്ത് ആഫ്രിക്ക അല്ലാതെ മറ്റ് രാജ്യങ്ങളുടെ ഈ ബ്രിക്കിനകത്ത് വരുന്നുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ. ബ്രിക്കിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്? ബ്രിക്കിന് ട്രേഡ് ഉണ്ട്, ലോക്കൽ കറൻസി ട്രേഡ് ചെയ്യുക, സ്വന്തമായിട്ട് ബാങ്ക് ഉണ്ട്, ഇതുകൂടാതെ സ്വന്തമായിട്ട് കറൻസി ഉണ്ടാക്കാൻ പോകുന്നു, ഡിഫൻസ് അലൈൻമെൻറ്റ്, ഇൻ്റലിജൻസ് ട്രാൻസ്ഫർ. എവിടെ പോയി ഡിഫൻസ് അലൈൻമെൻറ്റ് ബ്രിക്കിൻ്റെ? ഇറാനിലെ അവരുടെ ഒരു അംഗരാജ്യമല്ലേ ആക്രമിക്കപ്പെടുന്നത്? എവിടെ പോയി മഹത്തായ ചൈന? എന്തുകൊണ്ട് ഇന്റലിജൻസ് ഷെയറിംഗ് അഗ്രി ചെയ്ത തലേ ദിവസം ഇസ്രയേൽ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് മോദിക്കറിയത്തില്ല നെക്സ്റ്റ് ഡേയിൽ യുദ്ധം ആരംഭിക്കുമെന്ന് എന്ന് ഞാൻ ഊഹിക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ അറിഞ്ഞൊരു സംഭവം, ഇന്ത്യയുടെ തീരത്ത്, അതായത് ഇന്ത്യൻ ഓഷനിൽ പല ഇന്ത്യക്കാർ ഇന്ത്യയുടെ ആവുന്ന ധാരണയുള്ള പല ആൾക്കാരുമുണ്ട്. ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്കൻ നേവി ഇന്ത്യയെ ഇൻഫോം ചെയ്ത് അവർ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, യുദ്ധത്തിൻ്റെ ഒരു ബ്രിൻഡ് യുദ്ധം എപ്പോൾ വേണമെങ്കിൽ യുദ്ധം ആരംഭിക്കാവുന്ന സിറ്റുവേഷൻ നിൽക്കുകയും ഇസ്രയേൽ ഒരു മേജർ ടാർഗറ്റായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അമേരിക്കയും ഇസ്രയേലും അനുവദിക്കാതെ ഇൻഫർമേഷൻ മാറാതും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലിൽ പോകത്തില്ല. ഇസ്രയേലിൽ പോയി ജസ്റ്റ് കെട്ടിപ്പിടിക്കാനും കുറച്ച് വർത്തമാനം പറയാനും മാത്രമല്ല, അവിടെ പോകുമ്പോൾ എന്താണ് അനന്തര നടപടിയെന്നും എന്തായിരിക്കണം ഇന്ത്യ ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച ഒരു ഇൻ്റലിജൻസ് ഇറാന് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ബ്രിക്കിനകത്ത് യാതൊരു വിധമായ ഒരു യൂണിറ്റി ഉണ്ടെന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലേ? രണ്ടാമതൊരു വിഷയം നോക്കണം. നമ്മുടെ ഈ പറയുന്ന ഇന്ത്യ ഒന്ന് അനുശോചനം രേഖപ്പെടുത്തി പോലും ഭയപ്പെടുന്നു. ഒന്ന് പുറക്കെ പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന സ്റ്റേയിലാണ് ഇന്ത്യൻ ഭരണം. അപ്പൊ എവിടെ പോയി നിയന്ത്രണം? അതുപോലെ ഈ ഇറാൻ കഴിഞ്ഞ ഏറ്റവും ഷിയാകളുള്ള രാജ്യം ഇന്ത്യ. അതാണ് ഈ പറയുന്ന ഷിയ ലീഡർ എന്ന് പറഞ്ഞ് UP നിന്നും പോയെന്നാ പറയപ്പെടുന്നത്. ഇവിടുന്നുള്ള ബേസ് ഉള്ളതാണ്. എതിർപക്ഷ പോലും ഖമൈനി കൊല്ലപ്പെട്ടിട്ട് ഒരു കണ്ടോളൻസ് പറഞ്ഞ് 7 ദിവസം ഗേറ്റ് ചെയ്തു. കാരണം അത് ഇന്ത്യയുടെ ഗതികേട് തന്നെയാണ്. കാരണം ഒരു കാരണവശാലും അതേപോലെ റഷ്യയുടെ നിന്ന് 30 ദിവസത്തേക്ക് വാങ്ങിക്കോളും, 31ാമത്തെ ദിവസം പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാകുന്ന തെറ്റ് തന്നെയാണെന്ന് എൻ്റെ ഒരു ധാരണ. അതെ, ഇത് ഇന്ത്യയുടെ ഒരു ബലഹീനത എന്നല്ലേ ഞാൻ കരുതുന്നത്. ഇന്ത്യ നല്ല ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ സ്വീകരിച്ചിരുന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഇന്ത്യയുടെ ഒരു ബലഹീനതയെക്കാൾ കൂടുതൽ അമേരിക്കയുടെ ലോകത്തുള്ള ഡോമിനൻസ് ആയി കാണിക്കുന്നത്. രണ്ടാമതൊന്നുകൂടെ ആലോചിക്കണം. നമ്മൾ പറയുന്ന ബ്രിക്കിനെ പറ്റി പറയുന്നു, പക്ഷെങ്കിൽ ഈ ഇറാനും റഷ്യയും തമ്മിലൊരു ഡിഫൻസ് അഗ്രിമെൻ്റ് ഉണ്ടല്ലോ. എവിടെ പോയി റഷ്യ? ഈ പറയുന്ന ഡിഫൻസ് അഗ്രിമെൻ്റ് ഇപ്പം ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളോ അല്ലെങ്കിൽ ഈ അൺമാൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് ഈ ഡ്രോൺ വളരെ ശക്തമായിട്ട് അവർ പറയുന്നു $10,000-20,000 താഴെ മാത്രമേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു ടാർഗറ്റ് പ്രോഗ്രാം ചെയ്ത് വിട്ടാൽ അത് അൺമാൻഡായിട്ട് പോകുന്നുള്ളത് കൊണ്ട് അതിനെ $20,000 ഇത് താഴെ മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കോസ്റ്റ് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട മിസൈലിന് $1 മില്യൺ വിലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലതിനും പ്രതിരോധിക്കാൻ കഴിയാത്ത ചിലതൊക്കെ കടലിൽ വീണോട്ട് അല്ലെങ്കിൽ മരുഭൂമി വീണോട്ടെന്നൊക്കെ ഒരു കരുതുന്നത്. കാര്യം കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ് ആ രീതി. പക്ഷെ അതൊന്നും ഇറാൻ്റെ കണ്ടുപിടുത്തങ്ങളല്ല. ഇതൊക്കെ ചൈന നിർമ്മിച്ച് ഇറാനെ കൊണ്ട് പരീക്ഷിപ്പിക്കുകയാണ്. ഹിസ്ബുള്ള വഴി, ഹമാസ് വഴി, ഹൂത്തി വഴി, ഇപ്പോൾ ഇറാൻ വഴി. ഇത്രമാത്രം വലിയ ഡിഫൻസ് സപ്പോർട്ട് കൊടുത്തിട്ട് ചൈന ഇന്ത്യൻ ഉണ്ടാക്കുക. എവിടെ പോയി ഇപ്പം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ സ്പെക്ടാക്കുലർ വിക്ടറി എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ വിക്ടറി എന്ന് പറയുന്നത്, അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിവർന്നു നിന്ന് പറയുകയാണ് ഈ പറയുന്ന ചൈനയോടോ ഈ പറയുന്ന റഷ്യയോടോ യോജിച്ച്
വേറൊരു വേൾഡ് ഓർഡർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കും കൊടുക്കുന്ന വാണിംഗ് ആണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇവരൊന്നും ധൈര്യമായിട്ട് അമേരിക്ക നേരെ നിൽക്കത്തില്ലെന്നും അമേരിക്കയുടെ ശക്തിക്ക് മുമ്പിലൊന്നും അല്ലെന്നാണ് കാണിക്കുന്നത് ഇതുവരെയുള്ളത്. ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടുന്ന വേറെ പോയിന്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇറാനും സൗദി അറേബ്യയും ബൈലാറ്ററൽ ടോക്സിലോട്ട് പഴയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലോട്ട് കൊണ്ടുവന്നത് ചൈനയാണ്. അതെ, ആലോചിച്ച് നോക്കുക, ഇന്ന് ആ ഇറാൻ സൗദി അറേബ്യ ബോംബ് ചെയ്തു. See the geopolitical graph, how it is rapidly changing. അല്ല, എങ്ങനെ ഒമാൻ എങ്ങനെ ബോംബ് ചെയ്യാൻ സാധിക്കും? ഒമാന്റെ ഫോറിൻ മിനിസ്റ്ററാണ് ഇവരെ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇറാനിൽ എങ്ങനെ ബോംബ് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ടാണ് പറഞ്ഞത് യാതൊരു വിധമായ ഇന്റലിജൻസും ഇല്ല, യാതൊരു വിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് 90% മിസൈൽ ലോഞ്ചിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഞാൻ വ്യക്തിപരമായിട്ട് ഭയപ്പെട്ടിരുന്നത്, അതുകൊണ്ട് ചിന്തിച്ചിരുന്നത്, പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തതെങ്കിലും, അതായത് ഇവരുടെ ഒരു ക്രൂഡ് വേയിൽ ഒരു ആറ്റമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള 60% എൻറിച്ച് എന്ന് പറയുന്ന യുറേനിയം എന്ന് പറയുന്ന റേഡിയേഷൻ ഉണ്ടാക്കാം. അത് ആകാശത്ത് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്താൽ പോലും ഇതിന്റെ റേഡിയേഷൻ ഉണ്ടാകാം. അതിപ്പം ഇസ്രയേലിൽ എത്തിക്കാൻ കഴിയത്തില്ല, ഇത്ര ദൂരം ഉള്ളതുകൊണ്ട്. പക്ഷേ അടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളിൽ എത്തിക്കാൻ കഴിയും. ഒട്ടനവധി മലയാളികൾ താമസിക്കും, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ളടത്തേക്ക് ഇവിടെയൊക്കെ എത്തിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഗുരുതരമായിരിക്കും എന്നുള്ളതും അത് സംഭവിക്കരുത് എന്നൊരു പ്രാർത്ഥനയും മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വളരെ ആശാവഹമായിട്ട് അമേരിക്കയുടെ ഒരു ഡിഫൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇറാന്റെ ഈ ന്യൂക്ലിയർ വെപ്പൺ എന്താ ഒളിപ്പിച്ചിരിക്കുന്നത്, ഇത്തരം പറയുന്ന ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് ഈ പർവ്വതങ്ങൾക്ക് താഴെയാണ്. JD Vance ചോദിക്കുന്നു, ഇത് സിവിൽ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ എന്തുകൊണ്ട് 80 അടി താഴ്ചയിൽ ഇത് റിസർച്ച് ചെയ്യുന്നു? എന്തുകൊണ്ട് ന്യായമായിട്ട് മറ്റൊരു റിസർച്ച് സെന്ററുകൾ നടത്തുന്നില്ല? പിന്നെ ഈ പർവ്വതങ്ങൾക്ക് താഴെ ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഉണ്ടെന്നുള്ളത് കൊണ്ട് അമേരിക്ക പറയുന്നു 24 മണിക്കൂറും പർവ്വതങ്ങളിൽ സർവലൻസ് ഉണ്ട്. ഈ ആദ്യത്തെ മൂവ്മെന്റ് ഒരു വെഹിക്കിൾ പുറത്ത് വന്നാൽ ഒരു ബോംബ് ചെയ്യുമെന്ന് മാത്രമല്ല, തൊട്ട് പുറകെ വരുന്ന B-12 എന്ന് പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള അമേരിക്കൻ എയർക്രാഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ എൻട്രൻസും ഈ പ്രസ്ഥാനങ്ങളും അതിനകത്തുള്ളവരെ ഉൾപ്പെടെ ബെറിയാണ് ഒരു കാരണവശാലും അതും അല്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിഞ്ഞു. കാരണം ഇതിന്റെ എൻട്രി പോയിന്റുകൾ മുഴുവനും ബോംബ് ചെയ്ത് കഴിഞ്ഞു. ഒരു പുറത്ത് വരെടുത്തും പറഞ്ഞുണ്ട്. അപ്പം നമ്മൾ ഭയപ്പെട്ട ഒരു ന്യൂക്ലിയർ അറ്റാക്കിനുള്ള സാധ്യതയില്ലെന്ന് മാത്രമല്ല, ഇറാൻ വളരെ വീക്കായി കഴിഞ്ഞു. ഇറാന് ഗാസയിലെ പലസ്തീനികൾ ഇസ്രായേലിനോട് എതിരിട്ട പോലെ ആ ഒരു സ്റ്റേജ് പോലും എതിരിടാനുള്ള ശക്തി ഇല്ലാത്തവർ ഇറാനെ തകർത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം കാണുന്നൊരു വിഷയം. അതുകൊണ്ട് ഒരു എമിനന്റ് ത്രെട്ട്, ഒരു ഭയാനകമായ, ഇപ്പം പരിപൂർണമായിട്ട് കണ്ട് റിസ്ക് ഒഴിവാൻ ഞാൻ അവകാശപ്പെടുന്നില്ല, പറയുന്നുമില്ല. പക്ഷെങ്കിലും ഭയപ്പെട്ടിരുന്നൊരു ഒരു 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 ഭയാനകമായ ഒരു ത്രെട്ട് ഇറാന്റെ ഭാഗത്ത് നീയെന്ന് മാത്രമല്ല, ഇറാന് ഇനി ഇസ്രയേലിനെയോ അമേരിക്കയോ ഈ പറയുന്ന ഈ ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളെയോ എതിരിടാനുള്ള ശക്തി എന്നുള്ള സത്യം. പിന്നെ അറബ് രാജ്യങ്ങൾ ക്രമേണ ഈ തൽക്കാലം ഉണ്ടാകുന്ന എന്തായാലും ഇപ്പോൾ ഹോർമൂസിൽ കടലിടുക്ക് നമ്മൾ പറയുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടക്കിയ വഴി തീർച്ചയായിട്ടും ഫ്യൂവലിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്. അത് ടെമ്പററി എഫക്റ്റ് മാത്രമാണ്, അതിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ എയർസ്പേസ് പോസ് ചെയ്തിരിക്കുന്ന വളർത്തി നിൽക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇക്കോണമിയെ ബാധിക്കുന്നുള്ളത് കൊണ്ട് താമസിക്കാനാണ് സാധ്യത. അത് വലിയൊരു കാഴ്ചപ്പാട്. എൻ്റെ ഒരു ചോദ്യം, ഈ പറയുന്ന ഹമാസിന്റെ സ്ഥിതിയാകുമോ ഈ പറയുന്ന ഇറാൻ ഭരിക്കുന്നവരുടെ? കാരണം അതേപോലെയാണ്. കാരണം ഗാസയിൽ എങ്ങനെയാണ് ആദ്യം തുടക്കം, ഇനിഷ്യലി എങ്ങനെ ഉണ്ടായി, പിന്നീട് എങ്ങനെയാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത്, അത് എങ്ങനെയാണ് ഹിസ്ബുള്ളയെ തീർക്കുന്നത്. ആ മീൻ വയൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ലെബനന്റെ തെക്കൻ വശം മുഴുവൻ കയറി അങ്ങ് പിടിച്ചു മുഴുവൻ. ഇതിനെങ്ങനെയാ കാണുന്നത്? അത് ലെബനനിലെ ഉണ്ടായിരുന്ന ലെബനുമായിട്ടൊരു സീസ് ഫയർ ഉണ്ടായിരുന്നല്ലോ, ലെബൻ ഗവൺമെന്റ് ഉൾപ്പെട്ടിട്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കത്തില്ല എന്നൊരു സീസ് ഫയർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സീസ് ഫയർ നിലനിൽക്കെ തന്നെ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് വെപ്പൺ കൊടുക്കത്തില്ല എന്നും അവരുടെ പക്ഷത്ത് വെപ്പൺ ഉണ്ടാകത്തില്ലെന്നും ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെബനനിലെ ഗവൺമെൻറ്റും കൊടുത്തിരുന്നു. പക്ഷെങ്കിൽ ഈ പറയുന്ന ഖമേനി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹത്തോട് ചെയ്യേണ്ട ഒരു ബഹുമാനപൂർവ്വമായി ചെയ്യേണ്ട വിഷയം എന്ന നിലയിൽ ഹിസ്ബുള്ള അവിടെ നിന്ന് ഒരു മിസൈല് ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടു. കാര്യമായിട്ടൊന്നും ചെയ്തെന്ന് അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഞാൻ ഒരെണ്ണം അയച്ചുള്ള അല്ലെങ്കിൽ തീരെ കുറച്ച് അയച്ചുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗംഭീരമായി അതിഭയങ്കരമായിട്ട് സദേൺ ലെബനോൻ മുഴുവൻ ആക്രമിക്കുന്നത് മാത്രമല്ല, സദേൺ ലെബനോൻ പരിപൂർണമായിട്ട് ഒഴിഞ്ഞു പോകാനായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. മുഴുവൻ പേര് ഒഴിഞ്ഞു പോവുകയാണ്. റോഡുകളൊക്കെ നിറഞ്ഞ് ഇവരെ അവർക്ക് അറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ലെബനോൻ എന്ന് പറഞ്ഞാൽ
ഇപ്പം നമ്മുടെ മെഡിറ്ററേനിയൻ സീയിലെ ഐഫ എന്ന് പറയുന്ന പോയിന്റാണ് ഇസ്രായേലിൻ്റെ അവിടെ നിന്ന് പിന്നെ നമുക്ക് ഒരു പക്ഷേ വേറെ ക്രിസ്ത്യാനി പരിചയമുള്ള പേരുകൾ ഞാൻ മനസ്സിലായിരിക്കും. അതായത് ടേർ, സീദോൻ എന്നൊക്കെ പറയുന്ന ഏരിയ. ഇപ്പോൾ ടേറിന് പറഞ്ഞാൽ 30 കിലോമീറ്റർ നോർത്തിലേക്ക് മാത്രമേ, 60 കിലോമീറ്റർ പോയാൽ മതി സീദോൻ എന്ന് പറയുന്ന ഏരിയ. അവിടെ കടന്ന് ബെയ്റൂട്ട് വരെ ഏതാണ്ട് 150 കിലോമീറ്ററോളം സ്ഥലമാണ്. ഈ പറയുന്നത് എനിക്ക് തോന്നിയ 1000, 1500 സ്ക്വയർ കിലോമീറ്റർ ഏരിയ. നമുക്കൊരു 1800 എന്ന് വെച്ചോളൂ. ഇപ്പം നമുക്കൊരു തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം അത്ര ഒരു ഏരിയ മുഴുവനും ഇസ്രയേൽ തിരികെ പിടിക്കുകയാണെന്ന് മാത്രമല്ല, അത് ഇസ്രയേലിന്റെ ഭാഗമായിട്ട് വരിക തന്നെ ചെയ്യും. ഇസ്രയേൽ അത് വിട്ടുകൊടുക്കത്തില്ല. കാരണം വെസ്റ്റ് ബാങ്കിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഇത് അനക്സേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വെസ്റ്റ് ബാങ്ക് ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പൊ ഈ അത്യാവശ്യം കൊണ്ട് ഇറാനിലുള്ള ഈ പറയുന്ന ആൾക്കാരിനെയും സംഭവിക്കും, ഗാസ പോലെ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനിലെ അധികാരികൾ ഈ പറയുന്ന റിലീജിയസ് ലീഡർഷിപ്പ് മുഴുവൻ പോയി കഴിഞ്ഞപ്പോൾ ഈ മുള്ള എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ റിലീജിയസ് അധികാരം കൈകാളിയുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് വളരെ നിശബ്ദമാകുന്ന മാത്രമല്ല, പലരും ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സൈലന്റ് ആവുകയോ ചെയ്യും. അവിടെ നിന്ന് ഈ പറയുന്ന പോലെ തുടർച്ചയായിട്ടൊരു തീവ്രവാദി ആക്രമണം ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. തൽക്കാലം ഉണ്ടാകും. കാരണം അടയിലുകാർ ഇതുപോലെ പറഞ്ഞ് വളരെ ചിലവ് ഇത്തരം മിസൈലുകളൊക്കെ ആയി കണ്ടേക്കാം. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകത്തില്ലെന്നല്ല, പക്ഷെ അധികം താമസിച്ചാൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ശാന്തി ഉണ്ടാവും. ഇന്ത്യയുടെ 2 വിഷയം എനിക്കുണ്ട്. നമ്മളിപ്പം വിദേശികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലോ കഥ. അപ്പം ഇന്ത്യ കൊട്ടിഘോഷിച്ച ബ്രിക്ക് ഏതായാലും പൊളിഞ്ഞു കിട്ടി. രണ്ടാമത് ഇന്ത്യയുടെ മറ്റു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു ഗ്ലോബൽ സൗത്ത്. ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന അങ്ങനെയാണ് ഈ പറയാൻ പോകുന്ന ഈ ഹെക്സഗൺ അലയൻസിനകത്ത് വരാൻ പോകുന്നത്. അപ്പം ഹെക്സഗൺ അലയൻസിനും ഈ 2 ഏജൻസികൾക്ക് ഈ സദേൺ ഹെമിസ്ഫിയർ സ്ഥാനം ഉണ്ടാവും. അപ്പോൾ ഗ്ലോബൽ സൗത്തും കൂടെ ഹെക്സഗൺ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്, ഹെക്സഗൺ അലയൻസ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ കഴിഞ്ഞ 5 വർഷം 8 വർഷമായിട്ട് കൊണ്ടുവന്ന ഇന്റർനാഷണൽ ഏജൻസികളെല്ലാം ഇല്ലാതാകുന്ന മാത്രമല്ല, ഇന്ത്യ വീണ്ടും ഒരു ക്ലീൻ സ്ലേറ്റിൽ വീണ്ടും നമ്മൾ വഞ്ചി തിരുനക്കര തന്നെ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്, ക്ലീൻ സ്ലേറ്റിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇനിയും നല്ലൊരു ഭാവി ഇന്ത്യക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവസരം പാഴാക്കി എങ്കിലും ഇനിയിപ്പോൾ ഭാവിയെപ്പറ്റി മാത്രം നോക്കിയാൽ മതി, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുക, അമേരിക്കയുടെ നയങ്ങൾക്കനുസരിച്ച് പോവുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യക്ക് പോകാൻ വഴി എന്ന് മാത്രമല്ല, ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും പോകാൻ വഴി. അത് യൂറോപ്യൻ യൂണിയനോടാണ് സംഭവിക്കുന്നത്. കണ്ടില്ലേ ഇംഗ്ലണ്ട് വരുന്നത്, ഈ ബ്രിട്ടൻ വരുന്നത്, കണ്ടില്ലേ ഫ്രാൻസ് വന്ന് അല്ലബക്ക് ജർമ്മൻ ചാൻസലർ വന്ന് ട്രംപിന്റെ കാല് തിരുമുന്നത് കഴിഞ്ഞ ദിവസം. ഈ പറയുന്ന ട്രംപിനെ വിശ്വസിക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് ജർമ്മൻ ചാൻസലർ, ഈ ജർമ്മൻ ചാൻസലറിനെയും ഫ്രഞ്ച് പ്രസിഡന്റിനെയും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിനെയും കണ്ട ധൈര്യപൂർവ്വം അഭിനയിച്ച സ്പെയിനിൽ സംഭവിച്ചു. സ്പെയിനിലേക്ക് ട്രേഡ് നിർത്തിവെച്ചു. സ്പെയിന് അവർ ഭയന്നതല്ല, അതാ അമേരിക്കയുടെ ഒരു തന്ത്രമാണ്. കാര്യം ഇപ്പം ഈ പറയുന്ന യൂറോപ്പിനകത്ത് 2 വിള്ളൽ ഉണ്ടാക്കി കഴിഞ്ഞ് 2 ടയർ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന ഫ്രാൻസും, ഇറ്റലി ന്യൂട്രലാണ്, ഫ്രാൻസും ജർമ്മനിയുമാണ്. പിന്നെ യൂറോപ്പിൻ്റെ ഭാഗം അല്ലെങ്കിൽ ബ്രിട്ടനോട് ചേർന്നിട്ടുണ്ട്. ഇവരെ കണ്ടാവണം സ്പെയിൻ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നത് ബ്രിട്ടനെയല്ല, ഫ്രാൻസിനെയല്ല, ജർമ്മനിയല്ല. നമ്മളീ പറയുമല്ലോ, ഇപ്പം ഈ വന്യമൃഗങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും അതിനകത്ത് വീക്കായിട്ടുള്ളതിനെയാണ് ഇരയായിട്ട് പിടിക്കാൻ ഈ താല്പര്യപ്പെടുന്നത്. ഈ ഹേർഡിനകത്ത് വരുന്ന വീക്കായിട്ടുള്ളതാണ് ഇരയാകുന്നത്. അതുപോലെ ഈ ഗ്രൂപ്പിനകത്ത് വീക്കായിട്ടുള്ള സ്പെയിനിന് നേരെയാണ് ഇപ്പോൾ അമേരിക്ക തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് പേരിൽ സ്പെയിൻ തിരികെ യൂറോപ്പിൽ ചെന്നിട്ട് പരാതിപ്പെടുന്നു, ഞങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അനുവദിക്കുന്നതിന് ട്രേഡ് ചെയ്യണം, നമുക്കൊരു കോമൺ ആയിട്ട് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ സമ്മതിക്കത്തില്ല. അവിടെയാണ് യൂറോപ്പിൽ തരാൻ പോകുന്നത്. യൂറോപ്പിൽ നിന്ന് അവർ തന്നെ ചെയ്യും. അതിൻ്റെ പുറകെ ഇനി വരാൻ പോകുന്ന ചൈനയ്ക്ക് നേരെ വരാൻ പോകുന്ന എംബാർഗോ, ചൈനയുടെ എക്കണോമിക് ഫെയിലുകളൊക്കെയാണ് നമ്മൾ കാണാനിരിക്കുന്നത്. എന്നാലും ഇറാൻ എത്രമാത്രം മഹത്തരമാണെന്നുള്ളത് പറയുമ്പോഴും ഇസ്ലാമിക് റവല്യൂഷൻ 1979 ഷാ ഭരിക്കുന്ന കാലത്ത് ഇസ്ലാമിക് റവല്യൂഷൻ്റെ സമയത്ത് ഇറാനിയൻ കറൻസിക്ക് $USമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ $69-70 അല്ല, ഒരു $USന് 70 ഇറാനിയൻ റിയാലായിരുന്നു വില. ഇന്ന് ഇത്രയാണ് വില, 1.4 മില്യൺ. ഒന്ന് 14 ലക്ഷം. എവിടെയാണ് എക്കണോമിക് ഗ്രോത്ത്? 20% ലോകത്തിൻ്റെ 15-20% ലോകത്തിൻ്റെ ഓയിൽ സൂക്ഷിക്കുന്ന ഈ രാജ്യത്തിന്, അല്ലെങ്കിൽ റിസർവ് ഉള്ള രാജ്യത്തിന് 9 കോടി ജനങ്ങൾ മാത്രം, 90 മില്യൺ ജനങ്ങൾ മാത്രമുള്ള ഈ രാജ്യത്തിന് എന്തുകൊണ്ട് ഈ ഒരു അധോഗതി സംഭവിച്ചു? എങ്ങനെ കുവൈറ്റ് വളർന്നു? എങ്ങനെ ബഹ്റൈൻ വളർന്നു? എങ്ങനെ UAE വളർന്നു? എവിടെ പോയി? അപ്പം ഈ വിറ്റ പണം മുഴുവനും
ഇത് ആരെ സഹായിച്ചു? ചൈനയെ സഹായിച്ചു. ചൈനയ്ക്ക് ഡിസ്കൗണ്ട് അവർ കൊടുത്തു. ചൈന ലോകം മുഴുവൻ എഞ്ചിനീയറിംഗ് ഗുഡ്സും മാനുഫാക്ചറിങ് ഗുഡ്സും വിറ്റു. കിട്ടിയ പണം കുറഞ്ഞ വിലയ്ക്കായാലും ഓയിൽ വാങ്ങിച്ചിട്ട് ഇറാനെ ഏൽപ്പിച്ചു. ഈ പറയുന്ന നമ്മൾ സ്തുതിക്കുന്ന മഹാനെന്ന് കരുതുന്ന അല്ലെ മഹാന്മാരെന്ന് കരുതുന്ന ഈ പറയുന്ന ഖൊമീനിയുടെ റഷ്യയും എന്താ ചെയ്തത്? ഹിസ്ബുളെ വളർത്തി, ഹമാസിനെ വളർത്തി, ഹൂത്തികളെ വളർത്തി. എവിടെ പോയി പണം? ഒരു ക്രൈമാണ് ഖൊമേനി ഇറാൻ ജനതയോട് ചെയ്തത്. ഇതെൻ്റെ ഭാഷയല്ല. ഇറാൻ വിട്ടു വന്ന് 40-45 വർഷമായിട്ട് ഇറാനിലേക്ക് തിരിച്ചു പോയിട്ടില്ലാത്ത ഇവിടെയുള്ള ഇറാനി സുഹൃത്തുക്കളുടെ ഭാഷ കൂടെയാണ്. ഞാൻ അവരുടെ ഒരു വികാരം മലയാളത്തേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ലൊരു ടോപ്പിക്കായിരുന്നു. കാരണം വളരെ ആക്യുറേറ്റ് ആണ്. എങ്ങനെയാണ് ചൈന ഇറാനെ വെച്ച് കളിച്ചത്? ഇറാൻ ജനത നശിച്ചു പോയി. ഇതാണ് അൾട്ടിമേറ്റായിട്ടുണ്ടായത്. അതായത് ഇറാൻ എവിടെ ഇനി നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി മാറി. താങ്ക് യു വെരി മച്ച് ഷിജു. താങ്ക് യു. മിഡിൽ ഈസ്റ്റിലെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു.